അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദർസുൽ മിഷ്കാത്ത് എന്ന കിതാബിലുള്ള കിതാബു ദിഖാഖ് എന്ന കിതാബിലെ 10ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 38 ഹദീസുകൾ ഇതിന്റെ മുമ്പ് ഈ കിതാബു ദിഖാഖിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് 39ാമത്തെ ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم سمع رجلا يتجشأ فقال أقصر من جشائك فإن أطول الناس جوعا يوم القيامة أطولهم شبعا في الدنيا. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ റജുലൻ, ഒരു പുരുഷനെ കേട്ടു, ഒരു മനുഷ്യനെ, യതജസ്സഉ, അയാളെ ഏമ്പക്കമിടുന്നതായിട്ട്, ഗ്യാസൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സിർ മിൻ ജുസാഇക, നിന്റെ ഏമ്പക്കം നീ ചുരുക്കുക. ഏമ്പക്കമിടുക എന്നത് ചുരുക്കാൻ സാധിക്കുകയില്ല. അപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഏമ്പക്കമിടാൻ കാരണമാകുന്നത് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ്. അതിന് ചുരുക്കുക എന്നാണ് ഉദ്ദേശം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഇന്ന അത്വലൻ നാസി ജൂഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അധികം വിശക്കുന്നവൻ, അത്വലുഹും ശിബഅൻ ഫിദ്ദുനിയാ, ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനാണ്. അപ്പൊ ഉണ്ടെങ്കിലും നമ്മൾ വയറിന്റെ 100% ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് ഇതിലൊക്കെയുള്ള സൂചന. അത് എല്ലാ നിലക്കും നമുക്ക് കേട് തന്നെ. റവാഹു ഫീ ശറഹി സുന്ന വറവ തുർമുദി നഹ്വഹു, ഈ ഹദീസിന്റെ നഹ്വ് ബഹുമാനപ്പെട്ട തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 40ാമത്തെ ഹദീസ്, وعن كعب بن إياض قال سمعت رسول الله صلى الله عليه وسلم يقول إن لكل أمة فتنة وفتنة أمتي المال. رواه الترمذي. കഅബ് ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാല, അവർ പറയുന്നു, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനും ഉണ്ട്, ഫിത്നത്തുൻ, ഓരോ നാശമുണ്ട്. എന്നാൽ ഫിത്നത്തു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ നാശമാകുന്നത് അൽമാലു, സമ്പത്താണ്, ധനം അധികം ഉണ്ടാവുക എന്നതാണ് എന്റെ സമുദായത്തിന്റെ നാശമായി ഞാൻ കാണുന്നത്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു.
41 ഹദീസ്. وعن أنس رضي الله عنه عن النبي صلى الله عليه وسلم. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുജാഉ ബി ഇബ്നി ആദമ, ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നതാണ് യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് ഒരാളെ കൊണ്ടുവരപ്പെടും. കാന്നഹു ബാസിജുൻ, അയാളെ കണ്ടാൽ തോന്നും അയാള് ബസിജാണ്. ബസിജ് അഥവാ ഒരു നെയ്യാടിന്റെ കുട്ടിയാണ് എന്ന് തോന്നിപ്പോകും, കണ്ടാൽ അത്ര ഉണ്ടാവും. അങ്ങനെ അയാളൊന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ഫയഖൂലു ലഹു, അല്ലാഹു അയാളോട് പറയും, നിനക്ക് ഞാൻ നൽകി. എന്ത് നൽകി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം മഫൂല് കളയപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാം നിനക്ക് ഞാൻ നൽകി. ജീവനെ നിനക്ക് ഞാൻ നൽകി, പഞ്ചേന്ദ്രിയങ്ങളെ നിനക്ക് ഞാൻ നൽകി, ആരോഗ്യത്തിന് നിനക്ക് ഞാൻ നൽകി, എല്ലാവിധ കാര്യങ്ങളും നൽകി. നിന്നെ ഞാൻ ഖാദിമ, സേവകന്മാരുള്ളവനാക്കി, അതേപോലെ അനുയായികളുള്ളവനാക്കി. നിന്റെ മേലിൽ ഞാൻ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകി. അതെല്ലാം നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഫയഖൂലു, അയാൾ പറയും, യാ റബ്ബി, റബ്ബേ, ജമഅതുഹു, അതൊക്കെ ഞാൻ ഒരുമിച്ച് കൂട്ടി. വസമ്മർതുഹു, എന്നിട്ട് ഞാൻ അതിനെ വളർത്തി. നീ തന്ന എല്ലാ സമ്പത്തും ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് വളർത്തി, പുഷ്ടിപ്പെടുത്തി. എനിക്ക് കിട്ടിയതിലേറെ അധികമാക്കിയിട്ട് ഞാൻ അവിടെ ഉപേക്ഷിച്ചു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫർജീനി, എന്നെ ദുന്യാവിലേക്ക് തന്നെ മടക്കുക. ആതീക ബിഹി, അത് ഞാൻ നിന്റെ അരികിലേക്ക് കൊണ്ടുവരാം. നിന്റെ അരികിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ ഒരു ചാക്കിൽ കെട്ടിയിട്ട് തലയിലേറ്റിട്ട് വരാന്നല്ല. അല്ലാഹുവിന്റെ അക്കൗണ്ട് ഉണ്ട്, അതവിടെയുള്ളൂ. അതിൽ ഞാൻ പോയിട്ട് നിക്ഷേപിക്കാം എന്നാണ് ഉദ്ദേശം. അല്ലാഹുവിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഈ ദുന്യാവിൽ വെച്ച് ചിലവഴിക്കലാണ്. അങ്ങനെയാകുമ്പോ അവിടെ ചെല്ലുമ്പോ ചോദിക്കുകയില്ല അള്ളാഹു. അതേ സമയത്ത് ഇവിടെ ഇട്ട് പോയാൽ അത് എന്ത് ചെയ്തു എന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് ചോദിക്കും. ആ ചോദ്യമാണ് ഇയാളോട് ചോദിച്ചത്. അപ്പൊ ഞാൻ അത് പോയിട്ട് കൊണ്ടുവരാം നിന്റെ അരികൽ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നുകൂടി മടക്കിയാൽ ഞാൻ അത് നീ ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിലേക്കെല്ലാം ചെലവഴിക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ചോദിക്കുമെന്നാണ്, നീ എന്തൊക്കെയാണ് നിനക്ക് വേണ്ടി നീ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് അവൻ പറയും, നേരത്തെ പറഞ്ഞ മറുപടി, റബ്ബി ജമഅതുഹു, പടച്ചവനെ നീ തന്നതൊക്കെയും ഞാൻ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് വസമ്മർതുഹു, ഞാൻ അതിനെ വർദ്ധിപ്പിച്ചു. എന്നിട്ട് വതറക്തുഹു, അതിനെ ഞാൻ ഉപേക്ഷിച്ചു. അക്സറ മാ കാന, അത് ആദ്യം ഉണ്ടായിരുന്നില്ല, അധികാക്കിയിട്ടാ ഞാൻ പോന്നത്, ഞാനത് കുറച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഫർജിഇനി, എന്നെ നീ ദുന്യാവിലേക്ക് തന്നെ മടക്കുക. അങ്ങനെ മടക്കിയാൽ ആതിക ബിഹി കുല്ലിഹി, അത് മുഴുവനും ഞാൻ കൊണ്ടുവന്ന് തരാം. വൈദാ അബ്ദുൻ ലം യുഖദ്ദിം ഖൈറ, അപ്പൊ ഈ അടിമ ഒരു നന്മയും അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടില്ല, ഫയുംളി ബിഹി ഇലന്നാർ, അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ ഹദീസ് റവാഹു തുർമുദി, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. 42-ാമത്തെ ഹദീസ്.
وعن أبي هريرة رضي الله عنه അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈമി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ഖിയാമത്ത് നാളിൽ ആദ്യമായി ചോദിക്കപ്പെടുന്നത് ലഹു അയാളോട് അല്ലാഹു ചോദിക്കലാണ് അലം നുസഹി ജിസ്മക നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയില്ലയോ വനുറബ്ബിക മിനൽ ബാഇൽ ബാരിദ് നല്ല തണുത്ത വെള്ളം കൊണ്ട് നിന്റെ ദാഹം ഞാൻ തീർത്തില്ലയോ? ഇത് രണ്ടുമാണ് ആദ്യം ചോദിക്കുക. നമുക്കുള്ള ആരോഗ്യത്തിനെ സംബന്ധിച്ചും നാം കുടിച്ച വെള്ളത്തിനെ സംബന്ധിച്ചും. വെള്ളം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഉണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ജ്അൽ ഹുബ്ബക പടച്ചവനെ നിന്റെ സ്നേഹത്തിനെ നീ ആക്ക് അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വഅഹ്ലി എന്റെ നഫ്സിനേക്കാളും അഹ്ലിനേക്കാളും എന്നോട് ഏറ്റവും ഹുബ്ബുള്ളതാക്ക് വമിനൽ മാഇൽ ബാരിദ് തണുത്ത വെള്ളത്തെക്കാളും എന്ന് കിതാബുകളിലൊക്കെ കാണാം. ഒരു രാജാവ് ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു യാത്ര ചെയ്ത് ഇങ്ങനെ പോയി അവസാനം മരുഭൂമിയുടെ മധ്യത്തിലെത്തി. ഭക്ഷണവും വെള്ളമൊക്കെ തീർന്നു. അയാൾക്ക് അയാൾക്ക് വലിയ ദാഹമുണ്ടായി. അയാളുടെ ദാഹം കൊണ്ട് അയാൾ മരിക്കാൻ അടുത്തായി. അപ്പോൾ ഒരു മേഘവും ഒരു മലക്കും അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്നിട്ട് ഫഖാല മലക്ക് ചോദിച്ചു മാ തുഅ്തീനി സഖൈതുക ഈ മേഘത്തിൽ നിന്ന് നിനക്ക് ഞാൻ വെള്ളം തന്നാൽ എനിക്ക് നീ എന്താണ് തരുക? ഫഖാല രാജാവ് പറഞ്ഞു നിസ്ഫ മിൽക്കി എന്റെ അധികാരത്തിന്റെ പകുതി നിനക്ക് തരാം. ഫസഖാഹു അപ്പൊ അദ്ദേഹത്തിന് വെള്ളം നൽകി. വെള്ളം നൽകിയപ്പോ രാജാവിന്റെ അധികാരത്തിന്റെ പകുതി നൽകി. പിന്നീട് ആ വെള്ളം കുടിച്ച് വീണ്ടും യാത്ര ചെയ്ത് കുറെ കൂടി യാത്ര ചെയ്തപ്പോ മൂത്രയ്ക്കാൻ മുട്ടുന്നുണ്ട്, പക്ഷെ മൂത്രം പോകുന്നില്ല. മൂത്രത്തെ തടയപ്പെട്ട് നിർത്തിയിരിക്കുകയാണ്. മൂത്രമൊഴിക്കാൻ സാധിക്കാതെ അയാളുടെ വയറ് വീർത്തുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ടാമതും മലക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു മാ തുന്നമു അലയ്യ ഇന്നു ആലിജുക മിൻഹു ഞാൻ ഇപ്പൊ നിനക്കുള്ള ഈ രോഗത്തിന് ചികിത്സിച്ചാൽ നീ എനിക്ക് എന്താണ് തരുക? ഖാല അതൈതുക നിസ്ഫൽ ആഖിർ എന്റെ ഭരണ അധികാരത്തിന്റെ രാജാധികാരത്തിന്റെ ഒരു പകുതിയാണ് നേരത്തെ തന്നത്, രണ്ടാമത്തെ പകുതി കൂടി തരാം. അപ്പോൾ മലക്ക് ചികിത്സ നടത്തി. അയാളുടെ മൂത്രമെല്ലാം പോയി, അയാളുടെ അസുഖം മാറി. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു ഖുദ് മിൽകക നിന്റെ രാജാധികാരമൊന്നും എനിക്ക് ആവശ്യമില്ല, അത് നീ തന്നെ എടുക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ രാജാധികാരത്തിന്റെ വില എത്രയാണ് എന്ന് നീ മനസ്സിലാക്കുക. അതിന്റെ ആഡംബരം നിന്നെ വഞ്ചിതനാക്കാതിരിക്കണം എന്ന് ആ മലക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സംഗതി ആദ്യമായി ചോദിക്കുന്നത് ആഫിയത്തും വെള്ളവുമാണ്. അതിന്റെ ഇടയിൽ വലിയ ബന്ധമുണ്ടായതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന വിഭാഗത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.
നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെയുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ദോഷങ്ങളും അല്ലാഹു പൊറുക്കട്ടെ. വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.